പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ബബ്ബബ്ബ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് മോഹൻലാലും ദിലീപും ഒക്കെ ഒന്നിച്ച് അഭിനയിച്ച ചിത്രമാണ് ബബ്ബബ്ബ. ആദ്യ ദിവസം 15 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇത് കളക്ട് ചെയ്തത്. ഓവർസീസ് കളക്ഷൻ ഇന്ത്യ ഗ്രൂപ്പും ഒക്കെ ഏകദേശം തുല്യമായിട്ട് നിൽക്കുന്നതാണ് കണ്ടത്. ഇന്നലെ വേൾഡ് വൈഡ് കളക്ഷൻ അല്പം കൂടിയെങ്കിലും നേടാൻ പറ്റിയേനെ. പക്ഷേ വിദേശ രാജ്യങ്ങളിലെ ആ രാവിലത്തെയും ഉച്ചക്കലത്തെയും ഷോകളെല്ലാം ക്യാൻസലായി എന്ന് പറയാനുള്ള കാരണം അവിടെ ഷോ ഓടാനുള്ള ലൈസൻസ് കിട്ടിയില്ല എന്നുള്ളതാണ്. വൈകുന്നേരം മുതലാണ് ഷോകളെല്ലാം ആരംഭിക്കുന്നത്. അതുതന്നെ മികച്ച കളക്ഷൻ നേടാൻ പറ്റിയിട്ടുണ്ട്. 7 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ, ഓവർസീസ് കളക്ഷൻ. അങ്ങനെ വേൾഡ് വൈഡിൽ നിന്ന് 15 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നാണ് അറിയാൻ പറ്റുന്നത്. പലരും അതിൻ്റെ ഇടയ്ക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. കളങ്കാവലിൻ്റെ കളക്ഷൻ ഇതിന് നേടാൻ പറ്റിയില്ല എന്നുള്ളത്. കളങ്കാവൽ എന്ന് പറയുന്നത് ഫുൾ ഷോ ആയിരുന്നു. കാരണം വിദേശ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം ഫുൾ ഷോ തന്നെയായിരുന്നു. കാരണം രാവിലെ തൊട്ട് കേരളത്തിൽ എപ്പോൾ റിലീഫായോ അന്നേരം മുതലായിരുന്നു വിദേശ രാജ്യങ്ങളിൽ റിലീഫ് ചെയ്തത്. പക്ഷേ ബബ്ബബ്ബ എന്ന ചിത്രം അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇന്നലെ കേരളത്തിൽ റിലീഫായെങ്കിൽ വൈകുന്നേരം മുതലാണ്, നൈറ്റിൽ മുതലാണ് ബബ്ബബ്ബ റിലീഫായത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി. അപ്പോൾ അതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളാൻ വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ട്രാക്കിംഗ് കളക്ഷനായിട്ട് കാണുന്നത് 2,79 ലക്ഷം രൂപയാണ്. 2,79 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാക്കിംഗ് വന്ന ഈ ചിത്രം ഇന്ന് ഏകദേശം 3.5-4 കോടി റേഞ്ചിലേക്ക് കേരള കളക്ഷൻ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നുകൊണ്ട് കേരളത്തിൽ 2 ദിവസം കൊണ്ട് 11 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് വിൽപ്പന നോക്കുമ്പോൾ 7,790 ടിക്കറ്റോളം മണിക്കൂറിൽ ഇത് വിറ്റുമാറുന്നുമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, 2ാമത്തെ ദിവസം. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, പൊതുവെ പരീക്ഷാ സമയമാണ്. എന്നിട്ടും ഈ മികച്ച കളക്ഷൻ നേടുന്നു എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. കാരണം വമ്പൻ ഡീഗ്രേഡാണ് ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. അത് ഒരു പരിധിവരെ ഈ ഡീഗ്രേഡിന് കാരണം എന്ന് പറയുന്നത് ദിലീപിൻ്റെ വിഷയം മാത്രമല്ല. ഇത് മോഹൻലാൽ അഭിനയിച്ചു, ഈ കളക്ഷൻ നേടിക്കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ക്രെഡിറ്റിലേക്ക് പോയാലോ എന്ന് വിചാരിച്ച് പല മഹാന്മാരുടെയും ആരാധകർ ഇതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് പല വീഡിയോകളും കാണുമ്പം അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പലരും എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും മറുവശത്ത് ദിലീപ് ഡീഗ്രേഡിങ് നടക്കുന്നു, മറ്റു വശത്ത് ചില നടന്മാരുടെ ഫാൻസുകൾ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കവർ ചെയ്താണ് ഈ ചിത്രം മുന്നേറുന്ന കാഴ്ച കാണുന്നത്. ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നൈറ്റ് മുതലാണ് ഈ ചിത്രം റിലീഫായിട്ട് വിദേശങ്ങളിൽ. അതുകൊണ്ട് ഇന്ന് ഷോകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ വർക്കിംഗ് ഡേ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 10 കോടി രൂപയ്ക്ക് മുകളിലാണ്. അങ്ങനെയെങ്കിൽ 2 ദിവസം കൊണ്ട് ഈ ചിത്രം 25 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടും. കാരണം ഒരു ദിലീപ് സിനിമയെ സംബന്ധിച്ച് വമ്പൻ കളക്ഷനാണ്. ദിലീപിൻ്റെ മറ്റ് സിനിമകളൊന്നും 2 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല 25 കോടിയൊക്കെ നേടിയ ചരിത്രം ഉണ്ടോയെന്ന്. 10 കോടി തന്നെ നേടിയ വളരെ അപൂർവമായ ചിത്രമാണ്. ലാസ്റ്റ് ദിലീപിൻ്റെ വിജയ ചിത്രമായ പ്രിൻസ് എന്ന് പറയുന്ന ചിത്രം എനിക്ക് തോന്നുന്നു ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയത് തന്നെ 25-30 കോടിക്ക് മുകളിലെങ്ങാണ്ടായിരുന്നു. അപ്പം അത് ഈ 2 ദിവസം കൊണ്ട് ബബ്ബബ്ബ എന്ന ചിത്രം നേടുമ്പം ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പവർ എന്തുമാത്രമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ മതി, മനസ്സിലാകാത്തവർ മനസ്സിലാക്കണ്ട. കാരണം പലരും മനസ്സിലായില്ല എന്ന് നടിച്ചു കിടക്കുന്നവർ അവിടെ കിടന്നോട്ടെ. നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായോ? ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം അതാണ് ഇപ്പോഴത്തെ നിലവാരം. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഈ ചിത്രം 25 കോടിക്ക് മുകളിൽ നേടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നാളെ ശനിയാഴ്ചയാണ്. നാളെ മികച്ച രീതിയിലുള്ള കളക്ഷൻ നിൽക്കും. ഒരു സ്റ്റഡി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച കൊണ്ട് ഈ ചിത്രം 50 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ, ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച കൊണ്ട് ഈ ചിത്രം 50 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടും എന്ന് ഏകദേശം ഉറപ്പാക്കാം. അങ്ങനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും തകർത്തില്ല ഇല്ലേ? അതുതന്നെയാണ് ലാലേട്ടൻ്റെ ഒരു പവർ. ഇത്ര കണ്ടിരിക്കുന്നു നമ്മളല്ലേ.
ഈ കൊണ്ടം തന്നെ എത്രയോ കണ്ടിരിക്കുന്നു, അതൊന്നും തകർന്നിട്ടില്ല. പിന്നെ അതും 20 മിനിറ്റ് 10-15 മിനിറ്റ് മാത്രമേ ലാലേട്ടൻ ഈ ചിത്രത്തിലുള്ളൂ. എല്ലാവരും ഒരു ഫലത്തിൽ പറയുന്ന സംഗതിയുണ്ട്, ദിലീപ് ഇച്ചിരി മങ്ങിയാലും ലാലേട്ടൻ തൂക്കിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒരു വശത്ത് ഇരുന്ന് പറയട്ടെ, കരഞ്ഞു തീർക്കുക ഇവരുടെ വിഷമം, അല്ലാതെ ഞാനെന്ത് പറയാനാ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ ബൈ.